നമസ്കാരം. സാരംഗി ന്യൂസിലേക്ക് സ്വാഗതം. പിണറായി വിജയൻ്റെയും മുഹമ്മദ് റിയാസിൻ്റെയും വീടുകളിൽ ഇ.ഡി. നടത്തുന്ന പരിശോധനകൾ കേരള രാഷ്ട്രീയം വലിയ പുകിലാണ് സൃഷ്ടിക്കുന്നത്. ഈ ഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ചില ഭരണഘടനാപരമായ യാഥാർത്ഥ്യങ്ങളുണ്ട്. നമ്മുടെ ഭാരതത്തിൻ്റെ നിയമവ്യവസ്ഥയ്ക്കനുസരിച്ച് എത്ര വലിയ ഉന്നതനാണെങ്കിലും നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. കൃത്യമായ നടപടികളുടെ ഭാഗമായി രാജ്യത്തെ ഏത് വീട്ടിലും പരിശോധനകൾ നടത്തുവാൻ അന്വേഷണ ഏജൻസികൾക്ക് പൂർണ്ണമായ നിയമപരമായ അവകാശമുണ്ട്. എന്നാൽ ഈ പരിശോധനകൾക്ക് പിന്നാലെ പിണറായി വിജയൻ മുഷ്ടി ചുരുട്ടി ആഹ്വാനം ചെയ്ത ഈ കാര്യത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകണമെന്നാണ്. പ്രവർത്തകരെ ആവേശഭരിതമാക്കുവാൻ പറയുന്ന ഈ വാക്കുകൾ യഥാർത്ഥത്തിൽ ഈ ഭാരതത്തിൻ്റെ നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. അന്വേഷണങ്ങളെ നിയമപരമായി നേരിടുന്നതിന് പകരം ഭരണഘടനാ സ്ഥാപനങ്ങൾക്കെതിരെ പാർട്ടി ശക്തി ഉപയോഗിച്ച് പ്രതിരോധിക്കുവാൻ നോക്കുന്നത് തെറ്റായ ഒരു സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. ഈ കാണിക്കുന്ന സമരങ്ങളും ആക്രമണങ്ങളും ഒരു രാഷ്ട്രീയ പാർട്ടിയോടല്ല, മറിച്ച് ഇവിടുത്തെ നിയമത്തോടും വ്യവസ്ഥിതികളോടുമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കാണിക്കുന്നത്. ജനാധിപത്യ രാജ്യത്ത് നിയമം അതിൻ്റെ വഴിക്കാണ് പോകേണ്ടത്. നിയമം എല്ലാവർക്കും ഒന്നാണെന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ. പാർട്ടിയെ ഉപയോഗിച്ചു നിയമവ്യവസ്ഥിതിയെ തടയുവാൻ ശ്രമിക്കുന്നതിൽ മനസ്സിലാക്കേണ്ടത് പിണറായി വിജയനും കുടുംബവും എന്തോ വലിയ കുറ്റം മറച്ചുവെക്കുന്നത് കൊണ്ടതല്ലേ. തുടർ വാർത്തകൾക്കുമായി വീണ്ടും കാണാം. സാരംഗി ന്യൂസിനു വേണ്ടി ജയകുമാർ.